ഹലോ, ഇറ്റ്സ് മീ കോബു ചിന്നുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡേ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് 16 ജൂൺ 2025 എൻ്റെ ലൈഫിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേ ആണ് കേട്ടോ. അതായത് ഇന്ന് ഞാൻ ലീഗൽ പ്രൊഫഷനിലേക്ക് വലതുകാല് വെച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ജൂനിയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അഡ്വക്കേറ്റ് DR രാജേഷ് സാറിൻ്റെ കൂടെയാണ്. അത് എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് ക്ലർക്കാണ്. അപ്പോൾ അച്ഛൻ വർക്ക് ചെയ്യുന്നത് രാജേഷ് സാറിനോടൊപ്പമാണ്. അപ്പോൾ ഞാനും രാജേഷ് സാറിൻ്റെ ജൂനിയറായിട്ട് ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും കൂടെ ഉണ്ടാവണം. അപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ ഓഫീസിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകാൻ നേരമായപ്പോഴത്തേക്കും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെയും മുഷാമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ദേവൂട്ടനോടൊപ്പം ചിതുചേനോടൊപ്പം കുറച്ച് ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തു. സ്വാഭാവികം. അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസിലേക്ക് പോകണം കേട്ടോ. ഓട്ടോയിലാണ് പോയത്. മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വൈറ്റ് സാരിയൊക്കെ കൊടുത്ത് ബൈക്കിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ഓട്ടോയിലായതുകൊണ്ട് തന്നെ ബ്ലോക്കിലൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് അപ്പോൾ 10:30 ആയിപ്പോയി. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതാ ഒരു വക്കീൽ ഓഫീസിൽ കയറി. അപ്പോൾ അവിടുത്തെ പൂജാ റൂമിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഏതാണ് എൻ്റെ സീനിയർ അഡ്വക്കേറ്റ് DR രാജേഷ് സാർ. അപ്പം സാറിന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛന് ഞാൻ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാണ് കേട്ടോ. അച്ഛനാണ് എനിക്ക് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ളൊരു ധൈര്യവും മെൻ്റൽ സപ്പോർട്ടൊക്കെ തന്നത്. അപ്പം അച്ഛനും ദക്ഷിണ കൊടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ ലീഗൽ പ്രൊഫഷനിൽ തന്നെ എൻ്റെ ഫസ്റ്റ് വക്കാലത്ത് ഞാൻ സൈൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പം അതൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അഡ്വക്കേറ്റ് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വക്കാലത്ത് സൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ 2 വക്കാലത്താണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 5 വക്കാലത്ത് സൈൻ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 വക്കാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വക്കാലത്തൊക്കെ സൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് അഡ്വക്കേറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 വക്കാലത്ത് സൈൻ ചെയ്തതിൻ്റെ ഫീസും എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മൈൻഡിൽ കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേയിൽ എന്നോടൊപ്പം എൻ്റെ ചിന്തുചേട്ടനും ദേവൂട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അങ്ങനെ ഞാൻ വക്കാലത്തൊക്കെ സൈൻ ചെയ്ത ശേഷം ഇന്ന് തന്നെ ഞാൻ കോടതിയിലും ഒരു കേസിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ നേരത്തെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നാലും കോർട്ടിലും കയറണം, ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ആ ഒരു ടെൻഷനും ഇതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഈ ഒരു അഡ്വക്കേറ്റിനെ തന്നെ സീനിയറായിട്ട് കിട്ടിയത് കേട്ടോ. അത്രയും കംഫർട്ടബിളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, നമുക്ക് കുഞ്ഞിലെ തൊട്ടേ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതിലപ്പുറം പിന്നെ വേറെ എന്താണ്, പിന്നെ എൻ്റെ ബാക്ക് ബോണായിട്ട് അച്ഛനും കൂടെയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ധൈര്യവും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്, ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പോൾ ഞാൻ അന്നേ ദിവസം തന്നെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിലെ മെമ്പർഷിപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഓഫീസിലൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് അഡ്വക്കേറ്റിൻ്റെ കൂടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. അപ്പം ഞാൻ ഈ അഡ്വക്കേറ്റിൻ്റെ പേര് പറഞ്ഞപ്പം അത് വളരെ നല്ലൊരു ഓഫീസാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഓഫീസിലിരിക്കാൻ പറ്റിയതിൽ. കുഞ്ഞിലെ തൊട്ടേ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് സിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ അച്ഛൻ്റെ ഓഫീസിൽ പലതവണ നമ്മൾ പോയിട്ടുണ്ട്. കുഞ്ഞിലെ തൊട്ടേ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം അതേ ഓഫീസിൽ ഞാനും ഒരു അഡ്വക്കേറ്റായിട്ട് ഫസ്റ്റ് ഡേ വന്നിരിക്കുമ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ വക്കാലത്തെല്ലാം സൈൻ ചെയ്ത ശേഷം എനിക്ക് കോർട്ടിൽ കയറി റെപ്രസെൻ്റ് ചെയ്യാനുള്ള കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് സാറ് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും സാറും കൂടെ കോർട്ടിലേക്ക് പോയി. സാറ് വേറൊരു കേസിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേറെ കോർട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. വളരെ സ്മൂത്തായിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡേയിലെ കോർട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോർട്ടിലേക്ക് ചിന്തുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടൻ ഓഫീസിൽ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മുടെ കോർട്ടിലെ റെപ്രസെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ബാർ അസോസിയേഷനിൽ പോയി മെമ്പർഷിപ്പും എടുത്തിട്ട് തിരിച്ച് ഓഫീസിൽ വന്ന് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ആക്കി ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.